അങ്ങനെ നമ്മൾ മോണ്ടിനിഗ്രോ എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി സിറ്റി ആണല്ലോ, കിടിലൻ സിറ്റി. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഒന്ന്, നിങ്ങളുടെ BRPയും EVCയും കയ്യിൽ വേണം. കാരണം ചില സ്ഥലത്ത് BRP ചോദിക്കുന്നുണ്ട്, ചില സ്ഥലത്ത് EVC ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കയ്യിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് EVC എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഇതിന്റെ താഴെ പോളിലൊന്ന് വോട്ട് ചെയ്താൽ മതി. ഞാൻ EVC എങ്ങനെ എടുക്കേണ്ടതെന്നുള്ള വീഡിയോ ഉണ്ടാക്കി തരാം. റൈനർ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ മോണ്ടിനിഗ്രോ പോയത്. റൈനർ ആകെപ്പാടെ 15 പൗണ്ട്, ടിക്കറ്റ് വൺ സൈഡ് ആയുള്ളൂ. അതായത് ടോട്ടൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും 60 പൗണ്ട് അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ അവിടെ പോയപ്പോൾ മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് കാറിന് ലൈസൻസ് ഒന്നും ഇല്ലെങ്കിലും അവിടെ പോയിട്ട് സുഖമായി പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക. ഭയങ്കര അഫോർഡബിൾ ആണ് പബ്ലിക് ട്രാൻസ്പോർട്ട്. പക്ഷേ നിങ്ങൾ യൂറോ കയ്യിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അത് മാക്സിമം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എയർപോർട്ടിൽ നിന്ന് എടുക്കുക. കാരണം അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെല്ലാം അവർ ക്യാഷ് ആണ് ചോദിക്കാറുള്ളത്. പിന്നെ നിങ്ങളുടെ അക്കോമഡേഷൻ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. Booking.com എന്നാണ് ഞങ്ങൾ ചെയ്തത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരുപാട് ഹോട്ടൽസ് കിട്ടും. ഹോട്ടൽസ്, ഹോം സ്റ്റേ, എയർബിഎൻബി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ മോണ്ടിനിഗ്രോയിൽ. പിന്നെ ഫുഡ് എല്ലാം ഭയങ്കര അഫോർഡബിൾ. BBQ ടാങ്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. അവിടെ നല്ല അടിപൊളി ഫുഡായിരുന്നു, ഭയങ്കര അഫോർഡബിൾ. 12 പൗണ്ടിനാണ് നിങ്ങൾ കണ്ട ഫുഡ് ഞങ്ങൾ കഴിച്ചത്. ഇത് കഴിഞ്ഞ കോട്ടൂരിലെ മെയിൻ അട്രാക്ഷൻ ബ്ലൂ കേവ് വാട്ടർ ടൂർ ആണ് കേട്ടോ. 3 മണിക്കൂറിന്റെ ടൂറാണ്, ഭയങ്കര അഫോർഡബിൾ ആണ് ടിക്കറ്റ്സ്. അടുത്ത വീഡിയോയിൽ ഞാൻ അതിന് വേണ്ടിയുള്ള ഒരു കൂപ്പൺ കോഡും പിന്നെ ഡ്രോൺ റൂൾസും അതുപോലെ തന്നെ എന്റെ മൊത്തം ബഡ്ജറ്റും എന്താണെന്ന് പറയാം.